ഞങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അവന് വേണ്ടി സംസാരിച്ചിരുന്നോ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മലയാളം സെൻറ്റൻസസ് ആണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് പറയാമെന്ന് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഷുഡൻറ്റ് ഹാവ് എന്നുള്ളൊരു ഫ്രേസാണ് യൂസ് ചെയ്യേണ്ടത്. ചെയ്യണമായിരുന്നു എന്ന് പറയണമായിരുന്നെങ്കിൽ ഷുഡ് ഹാവ് എന്ന് പറയായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡൻറ്റ് ഹാവ്. അപ്പം ഞങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു, വി ഷുഡൻറ്റ് ഹാവ്. ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ ഡു എന്നാണ് പറയാം. പക്ഷേ ഇവിടെ ഹാവ് എന്നുള്ള വാക്ക് വന്നതുകൊണ്ട് ഹാവിന് ശേഷം നമ്മൾ എപ്പോഴും V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡൂവിൻ്റെ V3 ഫോം എന്താ ഡൂവിൻ്റെ V3 ഫോം? ഡൂവിൻ്റെ V3 ഫോം ആണ് ഡൺ. ഡു, ഡിഡ്, ഡൺ. സോ വി ഷുഡൻറ്റ് ഹാവ് ഡൺ അത്, ദാറ്റ്. വി ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. ഞങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു. വി ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. ഇനി നിങ്ങൾ അവന് വേണ്ടി സംസാരിച്ചിരുന്നോ? ഒരു കാര്യം ചെയ്തോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? നമുക്കിങ്ങനെ പറയാം. ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോദ്യമാണല്ലോ, ഡിഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ അവന് വേണ്ടി സംസാരിച്ചിരുന്നോ? ഡിഡ് യു? സംസാരിക്കുക എന്നുള്ളതിന് എന്താ നമ്മൾ പറയാം? ഒരാൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഡിഡ് യു സ്പീക്ക്? അവന് വേണ്ടി. ഡിഡ് യു സ്പീക്ക് ഫോർ ഹിം? അവന് വേണ്ടി സംസാരിച്ചിരുന്നോ? ഡിഡ് യു സ്പീക്ക് ഫോർ ഹിം? അതായത് അവനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിച്ചിരുന്നോ? അവൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സംസാരിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. സോ ഡിഡ് യു സ്പീക്ക് ഫോർ ഹിം? ഇനി നിങ്ങൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾ ചെയ്തത് ശരിയാണ്. നമ്മൾ എങ്ങനെ പറയും? നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് പറയാനായിട്ട് വാട്ട് യു ഡിഡ് വാസ് റൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിവിടെ ക്വസ്റ്റ്യൻ അല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാട്ട് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാട്ട് യു ഡിഡ് വാസ് റൈറ്റ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യു ഡിഡ് ദ റൈറ്റ് തിങ് എന്നും പറയാം. യു ഡിഡ് ദ റൈറ്റ് തിങ്. നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഒന്നെങ്കിൽ വാട്ട് യു ഡിഡ് വാസ് റൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യു ഡിഡ് ദ റൈറ്റ് തിങ് എന്ന് നിങ്ങൾക്ക് പറയാം. ഇനി എനിക്കൊരു മിനിറ്റ് തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ക്യാൻ വെച്ച് തുടങ്ങാം. നമ്മളിതൊരു നോർമൽ ഒരു നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു നെയ്ബറിൻ്റെ അടുത്തോ ഒക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ക്യാൻ യു ഒരു മിനിറ്റ് തരുമോ എന്ന് എങ്ങനെ ചോദിക്കും? ഗിവ് മീ a minute. Can you give me a minute? ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അതല്ല, കുറച്ചുകൂടി റെസ്പെക്റ്റോട് കൂടി നിങ്ങളുടെ സീനിയറിൻ്റെ അടുത്തോ അങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ക്യാൻ മാറ്റി നിങ്ങൾക്ക് കുഡ് യൂസ് ചെയ്യാം. കുഡ് യു ഗീവ് മീ എ മിനിറ്റ്, വുഡ് യു ഗീവ് മീ എ മിനിറ്റ്, അതൊക്കെ യൂസ് ചെയ്യാം. അതും കറക്റ്റാണ്. ഇനി നീ അങ്ങോട്ട് പോകൂ, നമ്മൾ പറയാണ് നീ അങ്ങോട്ട് പോകൂ, അതെങ്ങനെ പറയും? നമ്മൾ ഒന്നെങ്കിൽ യു ഗോ ദെയർ എന്ന് പറയാം. പക്ഷേ അത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒട്ടും നാച്ചുറൽ സൗണ്ടിങ് അല്ല. യു ഗോ ദെയർ കുറേ വാക്കുകൾ യൂസ് ചെയ്തത് പോലെ തോന്നും അല്ലേ? അപ്പം നമ്മൾ നീ അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കാം. അപ്പം നമ്മൾ ഷോർട്ടാക്കി ഗോ ദെയർ എന്ന് പറഞ്ഞാൽ മതി. യു ഒന്നും ചേർക്കണം എന്നില്ല. ഗോ ദെയർ, നീ അങ്ങോട്ട് പോകുമെന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ഇനി നിനക്ക് അങ്ങോട്ടേക്ക് പോകണോ? ഇതൊരു ചോദ്യമാണ്. നിനക്ക് അങ്ങോട്ടേക്ക് പോകണോ, അതിനുള്ള ആഗ്രഹം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ സെൻറ്റൻസിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പം നിനക്ക് അങ്ങോട്ട് പോകണോ, ഒരാഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡു യു വോണ്ട് എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്യുന്നത്. ഡു യു വോണ്ട്, നിനക്ക് ആഗ്രഹമുണ്ടോ, നിനക്ക് ഇത് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രേസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് തരുള്ളൂ. ബാക്കി നിനക്ക് അങ്ങോട്ട് പോകണോ എന്നുള്ളത് എങ്ങനെ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ്, പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. English Mitra. Stop worrying, start learning.